കൊല്ലം പരവൂരിലെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനീഷയുടെ ആത്മഹത്യ മാനസിക പീഡനത്തെ തുടർന്നെന്ന് കണ്ടെത്തൽ. മേലുദ്യോഗസ്ഥരിൽ നിന്ന് മാനസിക പീഡനം നേരിട്ടുമെന്ന അനീഷയുടെ ശബ്ദരേഖയാണ് പുറത്തുവന്നത്. തനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടായെന്നും അനീഷ പറയുന്നു. പരവൂർ മുനിസിഫ് കോടതിയിലെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ എസ് അനീഷ ഇന്നലെയാണ് ആത്മഹത്യ ചെയ്തത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയാം. അതില്ലാതെ ഒരുത്തന് കോടതിയിൽ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അവൻ്റെ കോപ്പി മേടിക്കണം, അവനെ സപ്പോർട്ട് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. എൻ്റെ CR പബ്ലിക്കായിട്ട് അവിടെ ഇരുന്ന് അതും ചെയ്ത് എല്ലാവരും കാണുക, എന്നെ ഹരാസ് ചെയ്ത് എനിക്ക് ശരിക്കും അങ്ങ് മരിച്ചു കളഞ്ഞാലോ എന്ന് വരെ തോന്നി. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, അതാണ് എൻ്റെ ഞാൻ ആലോചിച്ചത്, എന്ത് തെറ്റ് ചെയ്തിട്ടാണ്. വർക്കിംഗ് ടൈമിൽ APP ഓഫീസ് അടച്ചിട്ടതിന് APP ലീവും അല്ല, അതിനല്ല കുഴപ്പം, അതിൻ്റെ ഫോട്ടോ എടുത്തതിലാണ് കുഴപ്പം. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, അനീഷയുടെ ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതിന് മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? KP അനീഷ ആത്മഹത്യ ചെയ്യുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് സുഹൃത്തുക്കൾക്ക് അയച്ച വാട്സാപ്പ് സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജോലിസ്ഥലത്ത് തനിക്ക് ജോലിയെടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് കടുത്ത മാനസിക സമ്മർദ്ദം നേരിട്ടുവെന്ന് അനീഷ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. മേലുദ്യോഗസ്ഥൻ ജോലിയിലെ പ്രകടനം വിലയിരുത്തുന്ന കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ജൂനിയർമാരുടെ മുന്നിൽ വെച്ച് പരസ്യമാക്കി തന്നെ അപമാനിക്കാൻ ശ്രമം നടത്തി. അതോടൊപ്പം തന്നെ മേലുദ്യോഗസ്ഥർ ജോലി ചെയ്യാത്ത സഹപ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമുണ്ട്. തന്നെ അപമാനിക്കുന്ന തരത്തിലായിരുന്നു നിരന്തരം പെരുമാറിക്കൊണ്ടിരുന്നതെന്നും അനീഷ ഈ ഓഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്ന അനീഷയുടെ ഡയറിയും നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. 9 വർഷമായി AAP ആയി ജോലി ചെയ്യുകയാണ് അനീഷ. മാവേലിക്കര കോടതിയിലെ ജഡ്ജി അജിത് കുമാറാണ് ഭർത്താവ്. ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു അനീഷയെ തൂങ്ങി മരിച്ച നിലയിൽ ശുചിമുറിയിൽ കണ്ടെത്തിയത്. മിഥുൻ മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്.